ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണപ്രിയ. ഇരട്ടക്കൊല 4 പ്രതികളുടെ പരോൾ താൽക്കാലികമായി തടഞ്ഞു. ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ പുറത്തിറക്കില്ല. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 4 പ്രതികളുടെ പരോൾ താൽക്കാലികമായി തടഞ്ഞു. ആഭ്യന്തര വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ പുറത്തിറക്കില്ല. പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു. 6 പ്രതികൾ ഇറങ്ങിയതിന് പിന്നാലെയാണ് കൂട്ടപ്പരോൾ വിവാദമായത്. ചട്ടങ്ങൾ ലംഘിച്ച് എല്ലാ പ്രതികൾക്കും ഒരുമിച്ച് പരോൾ നൽകിയെന്നതായിരുന്നു പരാതി. പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ ലഭിച്ചതിൽ അടിയന്തരമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരോൾ അനുവദിച്ചത് സംബന്ധിച്ചുള്ള എല്ലാ വസ്തുക്കളും സമഗ്രമായി അന്വേഷിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. LDF സർക്കാർ അധികാരമൊഴിയുന്നതിന് തൊട്ടു മുമ്പാണ് ജയിൽ വകുപ്പ് ഈ പരോൾ നടപടികൾക്ക് അനുമതി നൽകിയത്. വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് കാമുകി മർദ്ദനം. മരിച്ചെന്ന് കരുതി റോഡിൽ തള്ളിയ യുവാവ് അറസ്റ്റിൽ. വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട കാമുകിയെ മർദ്ദിക്കുകയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും മരിച്ചെന്ന് കരുതി റോഡിൽ ഉപേക്ഷിക്കുകയും ചെയ്ത കേസിൽ കോതമംഗലം സ്വദേശി നിതിനെ കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരനായ നിതിന്റെ വിവാഹം തിങ്കളാഴ്ച നടക്കാനിരിക്കെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വധശ്രമത്തിനാണ് കേസ്. വട്ടിയൂർക്കാവിൽ ഒഴുക്കിൽപ്പെട്ട് സൈനികൻ മുങ്ങി മരിച്ചു. 3 പേരെ രക്ഷപ്പെടുത്തി. വട്ടിയൂർക്കാവ് കാവടിക്കടവിൽ ഒഴുക്കിൽപ്പെട്ട സൈനികൻ മുങ്ങി മരിച്ചു. ഒപ്പം അപകടത്തിൽപ്പെട്ട 3 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു അപകടം. പാങ്ങോട് സൈനിക ക്യാമ്പിലെ സൈനികൻ കോഴിക്കോട് മാവൂർ പെരുവയൽ മേലെ ഇരിപ്പോളിൽ സുജിത് ആണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട അഭിജിത്ത്, ജോൺ ബ്രിട്ടോ, ശ്രീശസ് നായർ എന്നിവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടവർ മുഴുവൻ പാങ്ങോട് സൈനിക ക്യാമ്പിലെ സൈനികരാണെന്ന് പോലീസ് പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കവർച്ച. 6 പേർ അറസ്റ്റിൽ. ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി കവർച്ച നടത്തിയ കേസിൽ 6 പേർ അറസ്റ്റിൽ. എരുമത്തല ആലിങ്കൽ വീട്ടിൽ അനസ്, കാഞ്ഞിരക്കാട് റയോൺപുരം പുന്നക്കൽ വീട്ടിൽ നൂഹ്, കൊല്ലം കരുനാപ്പള്ളി തൊടിയൂർ ഏണിക്കാട്ട് വീട്ടിൽ വിനോദ് കുമാർ, പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് ചെറുവള്ളിക്കുടി വീട്ടിൽ ഹസൻ, മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി മൂസാരി മേലേത്ത് വീട്ടിൽ ഹിസ്ബുള്ള ഷിയാസ്, പേഴയ്ക്കാപ്പള്ളിയിൽ കണ്ണയംപള്ളി വീട്ടിൽ ആഷിഖ് അലിയാൻ എന്നിവരെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. മെയ് 19 രാത്രിയായിരുന്നു സംഭവം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുമെന്നാണ് സുപ്രീം കോടതിയിൽ കേന്ദ്രം. ന്യൂഡൽഹി. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതിനു പിന്നാലെ ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നതായി സുപ്രീം കോടതി കേന്ദ്രം അറിയിച്ചു. വെള്ളിയാഴ്ച സുപ്രീം കോടതിയിൽ നടന്ന വാദത്തിനിടെയാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇക്കാര്യം വ്യക്തമാക്കിയത്. ചോർച്ച അന്വേഷണം എങ്ങനെ, ഏതു രീതിയിൽ നടത്തുമെന്നും നിഗമനത്തിൽ എത്തുമെന്നും വിശദമായി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റിസുമാരായ PS നരസിംഹ, ആലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. മെഡിക്കൽ പ്രവേശന പരീക്ഷ നടത്താൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പകരം ശക്തവും സ്വതന്ത്രവുമായ സംവിധാനം കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്ന് ഹർജിയും ഇതിൽ ഉൾപ്പെടുന്നു. ഇതുപോലുള്ള ന്യൂസുകൾക്ക് വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.